നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. വീട്ടുവഴക്ക് ശാരീരിക അതിക്രമത്തിലേക്കും സ്വത്ത് നശിപ്പിക്കുന്നതിലേക്കും എത്തിയതിനെ തുടർന്ന് കേസിലെ ഇരു കക്ഷികളെയും ശിക്ഷിച്ച് കോടതി. ഗൾഫ് സ്വദേശികളായ ഭാര്യയും ഭർത്താവുമാണ് ശിക്ഷിക്കപ്പെട്ടത്. ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാക്കിയ രേഖകൾ പ്രകാരം ഭർത്താവ് ഭാര്യയെ ആക്രമിക്കുകയും വഴക്കിനിടെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങുകയും ചെയ്തു. അതേസമയം ഭാര്യ ആഡംബര വാഹനത്തിന്റെ ചില്ല് തകർത്ത് വാഹനത്തിന് കേടുപാടുകൾ വരുത്തി പ്രതികാരം ചെയ്തുവെന്നും രേഖകൾ പറയുന്നു. ദേശീയ ദിനത്തോടനുബന്ധിച്ച് ബ്ലാക്ക് പോയിന്റുകൾ കുറയ്ക്കാൻ അവസരമൊരുക്കി ഷാർജ പോലീസ്. അടുത്ത വർഷം ജനുവരി 10 വരെയാണ് ഇളവ് ലഭിക്കുക. യാത്രക്കാരുടെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കാനാണ് ഈ നീക്കം ലക്ഷ്യമിടുന്നത്. നിയമലംഘനം നടത്തി 2 മാസത്തിനു മുൻപ് പിഴ അടയ്ക്കുകയാണെങ്കിൽ 35% ഇളവ് ലഭിക്കും. 2 മാസം കഴിഞ്ഞോ 1 വർഷത്തിനു മുൻപോ പിഴ അടച്ചാൽ 25% ഇളവ് ലഭിക്കും. എന്നാൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവർക്ക് ഇളവുണ്ടാകില്ല. ഡിസംബർ 1 മുൻപുള്ള നിയമലംഘനങ്ങൾക്കാണ് ഇളവ് ലഭിക്കുക. ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്ന വിദേശികൾക്ക് ഈ വിസ നൽകുന്നുവെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന നിരവധി വ്യാജ വെബ്സൈറ്റുകൾ പ്രചരിക്കുന്നതായി കുവൈത്തിലെ ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി. ഇത്തരം സൈറ്റുകൾ അപേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചിലത് സാമ്പത്തിക തട്ടിപ്പുകൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നതായി എംബസി കണ്ടെത്തി. ദേശീയ ദിനത്തോടനുബന്ധിച്ച് 3 ദിവസത്തെ സൗജന്യ പാർക്കിംഗ് പ്രഖ്യാപിച്ച് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി. നവംബർ 30, ഡിസംബർ 1, 2 ദിവസങ്ങളിലാണ് പാർക്കിംഗ് സൗജന്യം. ബഹുനില പാർക്കിംഗ് കേന്ദ്രങ്ങൾ, അൽഖൈൽ ഗേറ്റ്, N365 എന്നിവ ഇതിൽ ഉൾപ്പെടില്ല. ഡിസംബർ 3 മുതൽ ഫീസുകൾ സാധാരണ നിലയിലാകും. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സ്.